ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത്. രാജ്യത്തെ നടുക്കിയ ഒഡീഷ ട്രെയിൻ ദുരന്തത്തിൽ മരണം 23ആയി. 900 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവർ അപകട സ്ഥലം സന്ദർശിക്കും. 3 ട്രെയിനുകളാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഷാലിമാറിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയ കോറമാണ്ടൽ എക്സ്പ്രസ്, ബംഗളൂരു യശ്വന്ത്പൂരിൽ നിന്ന് ഹൗറയിലേക്ക് പോയ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകളും ചരക്ക് ട്രെയിനുമാണ് അപകടത്തിൽപ്പെട്ടത്. ബലേസർ ജില്ലയിലെ മഹാനഗർ സ്റ്റേഷന് സമീപം വൈകിട്ട് 7:20ഓടെയാണ് അപകടമുണ്ടായത്. വിശദാംശങ്ങളുമായി അനുഷ ഭാരതൻ ചേരുന്നുണ്ട്. അനുഷ, രാജ്യത്തെ നടുക്കിയ ഏറ്റവും വലിയൊരു ട്രെയിൻ ദുരന്തമാണ്. മരണം ഇപ്പോൾ 23ആയി. 23ഉം കടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 900 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നുണ്ടോ? എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത്? എന്തൊക്കെയാണ് വാർത്തയുടെ പുതിയ വിശദാംശങ്ങൾ? ആതിര, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ചിട്ടും ഏറ്റവും വലിയ ഒരു ട്രെയിൻ ദുരന്തം തന്നെയാണ് ഇന്നലെ രാത്രി 7:20 ഉണ്ടായിരിക്കുന്നത്. ഇതിൽ മരണസംഖ്യ ഇപ്പോൾ 233 ആയി ഉയർന്നിട്ടുണ്ട്. ഇനിയും ഈ മരണസംഖ്യ ഉയരാനാണ് സാധ്യത. നിലവിൽ 1000ഓളം പേർ ചികിത്സയിൽ തുടരുകയാണ്. ഈ കണക്കും ഇനി ഉയരാനാണ് സാധ്യതയുള്ളത്. ഈ പ്രധാനമായും 3 ട്രെയിനുകളാണ് അപകടത്തിൽപ്പെട്ടത്. ബംഗളൂരു ഹൗറ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, അത് കൊൽക്കത്തയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുന്നതായിരുന്നു. മറ്റൊന്ന് ഷാലിമാർ ചെന്നൈ സെൻട്രൽ കോറമണ്ടൽ എക്സ്പ്രസ്, ഒരു ഗുഡ്സ് തീവണ്ടി. ഈ 3 ട്രെയിനുകളാണ് ഇന്നലെ 7:20ഓടുകൂടി കൊൽക്കത്തയിൽ നിന്നും ഷാലിമാറിലെത്തി. കൊൽക്കത്ത കഴിഞ്ഞ് ഒരു 3ാമത്തെ സ്റ്റോപ്പായിട്ടാണ് ഈ ഷാലിമാർ വരിക. കൊൽക്കത്ത ഒഡീഷ ബോർഡറിലുള്ള ബഹനഗ സ്റ്റേഷന് സമീപമാണ് ഈ അപകടമുണ്ടായത്. ഷാലിമാറിൽ നിന്ന് 3:30ഓടുകൂടി കോറമണ്ടൽ ട്രെയിൻ ചെന്നൈയിലേക്ക് പുറപ്പെടുന്നു. ഇരു ട്രെയിനുകളിലും ഈ അപകടത്തിൽപ്പെട്ട 2 പാസഞ്ചർ ട്രെയിനുകളും 100 കിലോമീറ്റർ വേഗതയിലായിരുന്നു. ഇതും ഈ ഒരു ദുരന്തത്തിൻ്റെ ആഘാതം കൂട്ടാൻ വലിയ കാരണമായി പറയുന്നു. അതോടൊപ്പം തന്നെ 2 ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളാണ്. ഈ 2 ട്രെയിനുകളിലും ചെന്നൈയിൽ നിന്നും കർണാടകയിൽ നിന്നും പുറപ്പെട്ട കൊൽക്കത്തയിൽ നിന്നും കർണാടകയിൽ നിന്നും പുറപ്പെട്ട ട്രെയിനുകളായതുകൊണ്ട് തന്നെ ഇതിൽ നിറയെ അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം ഉണ്ട്. അതുകൊണ്ട് നിറയെ പാസഞ്ചേഴ്സ് ഉള്ള ഒരു ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ അപകടത്തിൻ്റെ തോത് വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണണം. ബഹനഗ സ്റ്റേഷൻ എത്തിയപ്പോഴായിരുന്നു ഈ ട്രെയിൻ പാളം തെറ്റുന്നത്. ഈ കോറമണ്ടൽ ട്രെയിൻ പാളം തെറ്റുകയും 12 ബോഗികൾ ഡീറെയിൽ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ പാളം തെറ്റി ഈ 12 ബോഗികളിലേക്ക് എതിരെ വന്ന ട്രെയിൻ ഇടിച്ചു കയറുകയും ഈ ബോഗികൾ ഗുഡ്സ് ട്രെയിനിലേക്ക് ഇടിക്കുകയും ചെയ്തു. അതോടെ ഈ 12 ബോഗികളും ഒരു ബോഗിയുടെ മേൽ മറ്റൊന്നെന്നുള്ള രീതിയിൽ അട്ടിയിട്ട് കിടക്കപ്പെടുകയായിരുന്നു. അപകടം നടന്ന സമയം ഒരു ഇന്നലെ രാത്രി 7:20ഓടുകൂടിയാണ്. അപ്പോൾ തന്നെ ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഈ ബഹനഗ എന്ന് പറയുന്നത് ഒഡീഷയിലെ ഒരു ഉൾനാടൻ ഗ്രാമമാണ്. ഈ സ്റ്റേഷൻ ഉള്ള ഈ ബഹനഗയിൽ ആളുകൾ എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായി. സമയം രാത്രി ആയതുകൊണ്ട് തന്നെ വെളിച്ചമടക്കമുള്ള സംവിധാനങ്ങളിലും ഒരുക്കുന്നതിലും സമയം വൈകി. ഏകദേശം 1 മണിയോടുകൂടിയാണ്, രാത്രി 1 മണിയോടുകൂടിയാണ് ക്രെയിൻ സംവിധാനങ്ങൾ എത്തി ഈ ബോഗിയെ മാറ്റി ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനായത്. ഇതും ഈ അപകടത്തിൻ്റെ തോത് അല്ലെങ്കിൽ മരണസംഖ്യ ഉയരാനുള്ള കാരണമായി പറയുന്നുണ്ട്. നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ രാത്രി അട്ടിയിട്ട് കിടന്നിരുന്ന ബോഗികളിൽ നിന്നും ഈ ബോഗികൾ മാറ്റി കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ബഹനഗ ഈ ഒഡീഷയിലെ ഒരു ഉൾനാടൻ ഗ്രാമമാണ്. ഒട്ടും വികസനം എത്തിച്ചേരാത്തൊരു ഇടമായതുകൊണ്ട് തന്നെ ആശുപത്രി സൗകര്യങ്ങളിലടക്കം അത്ര ഒരു വികസനം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം എല്ലാ ആശുപത്രികളും ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. 11-ലധികം ആശുപത്രികൾ, ഒഡീഷയിലുള്ള 11-ലധികം ആശുപത്രികളിലായി നിരവധി പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ പലരുടെയും പരിക്ക് വളരെ ഗുരുതരമായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ 233 എന്ന മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഈ അപകടം നടന്ന ബഹനഗയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഒഡീഷയിലെത്തി. ഏതാനും സമയത്തിനുള്ളിൽ അദ്ദേഹവും ഈ ബഹനഗയിൽ എത്തുമെന്നാണ് അറിയുന്നത്. പ്രധാനമായും ഇപ്പോൾ റെയിൽവേയുടെ ഈ അപകടത്തിനുള്ള കാരണമായി പറയുന്നത് ആദ്യമുണ്ടായ ഈ കോറമണ്ടൽ എക്സ്പ്രസിൻ്റെ 12 ബോഗികൾ പാളം തെറ്റിയ സമയത്ത്
സിഗ്നൽ സംവിധാനങ്ങളെല്ലാം തകരാറിലായി. അത് പിന്നീടുള്ള ട്രെയിനുകൾക്കൊന്നും തന്നെ ഈ സിഗ്നൽ സംവിധാനം അല്ലെങ്കിൽ സിഗ്നലുകൾ നൽകാൻ വീഴ്ച വന്നു എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നാണ് റെയിൽവേയുടെ പ്രാഥമിക നിഗമനം. ഇന്നലെ നരേന്ദ്രമോദി ഇടപെട്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഇദ്ദേഹവും ഇദ്ദേഹത്തോടൊപ്പമുള്ള ഉന്നതതല സംഘവും എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്താണ് യഥാർത്ഥ കാരണം ഈ അപകടത്തിന് പിന്നിൽ എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ആതിര, അനുഷ, അതുപോലെ തന്നെ ഇപ്പോഴും ട്രെയിനിൻ്റെ ബോഗികൾ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? മലയാളികളടക്കം നിരവധി പേര് റിസർവേഷനിലും ജനറൽ സീറ്റുകളിലുമായിട്ട് ഒരുപാട് പേരാണ് ട്രെയിനിൽ സഞ്ചരിച്ചിരുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം രാവിലെയായി രക്ഷാപ്രവർത്തനം ഒന്നുകൂടെ സുഖകരമാകാനുള്ള രീതിയാണ് തുടരുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ആശുപത്രി 900 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഗുരുതരമായാണോ തുടരുന്നത്? ആശുപത്രി അധികൃതർ നൽകുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ആതിര, നമ്മൾ കണ്ട പല ദൃശ്യങ്ങളിലും നമ്മൾ ചില ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് കാണിച്ചിട്ടില്ല. അത് അത്രത്തോളം വിഷമമുണ്ടാക്കുന്ന ചില ദൃശ്യങ്ങളാണ്. ഈ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട നിലയിലായിരുന്നു പലരുടെയും. ഈ ട്രെയിനുകൾ, ഈ 12 ബോഗികൾ പാളം തെറ്റുകയും മറ്റൊരു ട്രെയിൻ ഇതിലേക്ക് ഇടിച്ചു കയറുകയും ഈ പാളം തെറ്റിയ ബോഗികൾ ഗുഡ്സ് ട്രെയിനിലേക്ക് ഇടിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ പല ബോഗികൾക്കിടയിലും ആളുകളുടെ ശരീരം കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഈ ബോഗികൾ ഓരോന്നായി മാറ്റുമ്പോൾ രക്ഷിക്കണേ എന്നുള്ള കരച്ചിലായിരുന്നു മുഴങ്ങിയത് എന്ന് രക്ഷാപ്രവർത്തകർ പറയുകയുണ്ടായി. അത്രയധികം ദാരുണമായിരുന്നു ദൃശ്യങ്ങളും ഒഡീഷയിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. അത്രയധികം വലിയൊരു ദുരന്തത്തിലേക്കാണ് ഇന്ന് നമ്മുടെ രാവിലെ ഇന്ന് തുടങ്ങിയത് തന്നെ. നിലവിൽ 11 ബാലോസറിന് സമീപമുള്ള 11 ആശുപത്രികളിലായിട്ടാണ് പലരും ചികിത്സയിലുള്ളത്. ഇതിൽ എന്നാൽ ഒരു ഔദ്യോഗിക കണക്കുകളൊന്നും തന്നെ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. എത്ര പേർ ഈ ഇരു ട്രെയിനുകളിലുമായി യാത്ര ചെയ്യുന്നുണ്ട്, ഇതിൽ എത്ര പേർ മരിച്ചു, അത്തരത്തിലുള്ള കണക്കുകളൊന്നും നിലവിൽ വന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുക അല്ലെങ്കിൽ പരമാവധി പേരെ രക്ഷിക്കുക എന്നത് മാത്രമാണ് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മരിച്ചവർക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മരിച്ചവർക്ക് 2 ലക്ഷവും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുരുതര പരിക്കേറ്റവർക്ക് റെയിൽവേ മന്ത്രാലയം 2 ലക്ഷവും നിസ്സാര പരിക്കേറ്റവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. ഇന്ന് ഒഡീഷയിൽ ഔദ്യോഗിക ദുഃഖാചരണം ആചരിക്കും. നിലവിൽ നവീൻ പട്നായിക് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അദ്ദേഹം ഇന്നലെ തന്നെ കൺട്രോൾ റൂമുകളിൽ എത്തിയിരുന്നു. അതോടൊപ്പം ഈ ഒരു അല്ലെങ്കിൽ ഒഡീഷയെ മാത്രം ബാധിക്കുന്ന ഒരു ദുരന്തമായി ഇതിനെ പറയാൻ കഴിയില്ല. കാരണം ഒരു ട്രെയിനാണ്, പാസഞ്ചർ ട്രെയിനാണ്, ജോലിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി നിരവധി പേർ യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായും കൊൽക്കത്ത അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ, ഒഡീഷ, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ ചെന്നൈ, തമിഴ്നാടും ഈ ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ കൊൽക്കത്തയിൽ നിന്നുമുള്ള ഒരു സംഘത്തെ ബംഗാൾ ഒരു പ്രത്യേക സംഘത്തെ ഒഡീഷയിലേക്ക് അയച്ചിരുന്നു. ഇന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും സംഘവും ഇന്ന് എത്തും. അതോടൊപ്പം തന്നെ ചെന്നൈയിൽ നിന്നും ഒരു സംഘം മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇന്ന് ഒഡീഷയിലേക്ക് പുറപ്പെടും.